ഒരു ബ്ലോക്കും ഇല്ലാണ്ട് വളരെ സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റി. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെയുള്ള അവസ്ഥ ഇതായിരുന്നില്ല. കളമശ്ശേരിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു, ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. പക്ഷേ ഇപ്പൊ കുറെ ട്രാഫിക് റൂൾസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ വളരെ സുഖമായിട്ട് വണ്ടികൾക്ക് പോവാനും വാഹനങ്ങൾക്കൊക്കെ പോവാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തും. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് സെൽസ് അഥവാ ഒരുപാട് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം വളരെ സുഖമായിട്ട് അവരുടെ ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വളരെ ആരോഗ്യവാന്മാരായിട്ട് നിലനിൽക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഈ റോഡിൽ ഒരുപാട് എന്താ പറയാ വണ്ടികൾ വാഹനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവില്ലേ, അതുപോലെ ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിനകത്തും കുറെ കോശങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു ബ്ലോക്ക് പോലെ ഉണ്ടാകും. ഈ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ ബേസിക് ആയിട്ട് ക്യാൻസർ എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ക്യാൻസറിനെ കുറിച്ച് ഇല്ലേ? പലതരം ക്യാൻസറുകളുണ്ട്. പല അവയവങ്ങളെ ബാധിക്കുന്ന നിരവധി തരം ക്യാൻസറുകളുണ്ട്. അതിലൊന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് റിസ്മിന നിസാർ. ഞാൻ സേക്രഡ് ഹാർട്ട് കോളേജിലെ 2ാം വർഷ ഗവേഷക വിദ്യാർത്ഥിയാണ്. നമുക്കൊരു കഥയിൽ തുടങ്ങിയാലോ? ഒരിക്കലും ഒരു കള്ളൻ വരാണ് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് വീട് നശിപ്പിക്കാനായിട്ട്. നമ്മൾ എന്താ ചെയ്യാ? സിമ്പിൾ, നമ്മളൊരു സെക്യൂരിറ്റീനെ നിയമിക്കും ഡോറിന്റെ അവിടെ. അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാനുള്ള വളരെ ചെറിയൊരു കുറുക്ക് വിദ്യയാണ്. ഇനി എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അല്ലെങ്കിൽ എന്തിനാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നാൽ എന്ത്, നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ ഒരുപാട് അവയവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹാർട്ട്, ലങ്സ്, കിഡ്നി എന്നിങ്ങനെ നിരവധി ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതുപോലെ ഇനി ചില ഓർഗൻസ് പുരുഷന്മാരിൽ മാത്രം കാണുന്നതുണ്ട്, ചില ഓർഗൻസ് ആകട്ടെ സ്ത്രീകളിൽ മാത്രം കാണുന്ന അവയവങ്ങളുണ്ട്. അത്തരത്തിലൊരു അവയവമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പുരുഷന്മാരിൽ മാത്രം കാണുന്ന വളരെ ചെറിയ ഒരു വാൾനട്ടിന്റെ അത്രയും മാത്രം സൈസുള്ള ഒരു കുഞ്ഞു ഗ്ലാൻഡ് ആണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ എന്ത് പറയാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയാം. ഇനി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വയസ്സ് ഒരു കാരണമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാൻ. പിന്നെ നമ്മുടെ എന്താ പറയാ ഭക്ഷണ രീതി ഒരു കാരണമാണ്, വണ്ണം ഒരു കാരണമാണ്, എന്നിങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻ ഓവർ പ്രൊഡക്ഷൻ ആണ്. ഇനി എന്താണ് ഈ ആൻഡ്രോജൻ ഓവർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽസ് പുരുഷന്മാരിൽ മാത്രം കാണുന്ന കുറച്ച് ഹോർമോണുകളെയാണ് നമ്മൾ എന്ത് പറയാ ആൻഡ്രോജൻസ് എന്ന് പറയാം. ഈ ആൻഡ്രോജൻസ് പുരുഷന്മാർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ്. ഫോർ എക്സാമ്പിൾ അവരുടെ ബോഡിയിൽ സ്പേം ഉണ്ടാക്കാൻ, അതുപോലെ ഈ രോമങ്ങൾ ഫോർ എക്സാമ്പിൾ മീശ, താടി എന്നിങ്ങനെ രോമങ്ങളൊക്കെ ഉണ്ടാക്കി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് വേണം? ഈ ആൻഡ്രോജൻ അത്യാവശ്യമാണ്. പക്ഷേ നമുക്കറിയാം അമിതമായാൽ അമൃതും വിഷമാണ് ഇല്ലേ? അതുപോലെ അധികമായാൽ ആൻഡ്രോജനും വിഷമാണ്. ഈ ആൻഡ്രോജൻ ഈ പുരുഷന്റെ ശരീരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് രംഗത്ത് ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ മരുന്നുകൾക്കെല്ലാം എന്തുണ്ട്? ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചുറ്റിനും കാണുന്ന വസ്തുക്കൾ വെച്ചിട്ട് എങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ചെടി എന്ന് പറഞ്ഞാൽ പിയോണിയ ലാക്ടിഫ്ലോറ എന്ന് പറയുന്ന ഒരു പൂച്ചെടിയാണ്. ഈ ചെടിക്കകത്ത് ഒരു സത്തുണ്ട്, പിയോണി ഫ്ലോറിൻ എന്ന് പറയുന്ന ഒരു സത്ത്. ഈ പിയോണി ഫ്ലോറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നമുക്കറിയാം മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ചെടികളിൽ നിന്നും മറ്റു പല നാച്ചുറൽ സബ്സ്റ്റൻസിൽ നിന്നാണ്. അതുപോലെ ഈ പിയോണി ഫ്ലോറിന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. ഇനി നമുക്കറിയാം ക്യാൻസർ റിസർച്ച് എന്ന് പറയുന്നത് മനുഷ്യരിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൃഗങ്ങളിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഗവേഷണത്തിന്റെ ആദ്യ ഘട്ടമായിട്ട് ഞാൻ കുറെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ, ഫോർ എക്സാമ്പിൾ ഓട്ടോഡോക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഈ പിയോണി ഫ്ലോറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നു? ആദ്യം ഒരു കഥ, ഒരു കള്ളൻ വന്ന് വീട്ടിൽ കയറി വീട്ടിലെല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് വീട് നശിപ്പിക്കുന്ന ഒരു കഥ. അതുപോലെ ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന ആ കള്ളന് നമ്മളുടെ സെല്ലിനകത്തേക്ക്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനകത്തുള്ള സെല്ലിനകത്തേക്ക് കയറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി
അപ്പൊ നമ്മൾ മറ്റേ കള്ളന്റെ കഥയിൽ നമ്മൾ എന്താ ചെയ്തത്? ഇത് തടയാനായിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റിനെ ഡോറിൽ നിയമിച്ചു അല്ലേ? അപ്പൊ അതുപോലെ ഈ സെല്ലിന്റെ ഡോർ ആകുന്ന റിസെപ്റ്ററിൽ നമ്മൾ ഈ പിയോണിഫ്ലോറിൻ എന്ന് പറയുന്ന സെക്യൂരിറ്റിക്ക് പോയി നിൽക്കാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോയി ബൈൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന കള്ളന് ഈ സെല്ലിനകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ പറ്റും. അപ്പോ ഈ പിയോണിഫ്ലോറിന് എത്രത്തോളം ഈ റിസെപ്റ്ററിലേക്ക് പോയിട്ട് എത്ര ശക്തിയിൽ പോയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, എത്ര ശക്തിയിൽ പോയിട്ട് പിടിച്ചു നിന്ന് ഈ ആൻഡ്രോജന്റെ വരവ് തടയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നോക്കിയത്. ഇനി എങ്ങനെയാണ് ഈ ആൻഡ്രോജന്റെ സ്ഥാനത്ത് ഈ പിയോണിഫ്ലോറിന് വന്ന് നിൽക്കാൻ പറ്റുന്നത്? നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഒരു ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ അമ്മ, ഓക്കെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ നടത്താൻ OTP വേണോ അല്ലേ? അപ്പൊ പറഞ്ഞുതരാം. വെയിറ്റ് ഒരു സെക്കൻഡ്. എൻ്റെ ഉമ്മയല്ലേ അവിടെ ഇരിക്കുന്നത്? അപ്പൊ ഇപ്പൊ ആരെന്നെ വിളിച്ചത്? ഇറ്റ് വാസ് എ പ്രാങ്ക് കോൾ ഓർ സ്കാം കോൾ. അപ്പൊ എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എൻ്റെ ഉമ്മയുടെ സൗണ്ടും ഒരു സ്കാം കോളിൽ വന്ന സൗണ്ടും. ഇതുപോലെ നമ്മുടെ സെല്ലിന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഈ പിയോണിഫ്ലോറിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ആൻഡ്രോജന്റെ സ്ട്രക്ചറും സിമിലർ ആണെങ്കിൽ ഈ പിയോണിഫ്ലോറിന് ആൻഡ്രോജന് പകരം കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിസെപ്റ്റർ എന്ന് പറയുന്ന ആ ഡോറ് തുറക്കാനായിട്ടുള്ള താക്കോല് ആൻഡ്രോജന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ താക്കോല് പിയോണിഫ്ലോറിന്റെ കയ്യിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പിയോണിഫ്ലോറിന് ഈ പറയുന്ന സെല്ലിനകത്തേക്ക് കയറി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റഡിയിലൂടെ നോക്കിയത്. ആൻഡ് സ്റ്റഡിയുടെ റിസൾട്ടിന്റെ ഫൈനൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ, ഈ ആൻഡ്രോജൻ ഈ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്ന അതേ ശക്തിയോടുകൂടി ഈ പിയോണിഫ്ലോറിൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സേവിയർ കോമ്പൗണ്ടിനും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന റിസെപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി ഒരു പരിധി വരെ ഈ പറയുന്ന പിയോണിഫ്ലോറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഇൻസിലിക്കോ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുള്ള വർക്കിനെയാണ് ഇൻസിലിക്കോ പറയാം. എൻ്റെ ഇൻസിലിക്കോ വർക്കിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യം. പക്ഷേ ഈ ഒരു ഇൻസിലിക്കോ വർക്ക് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. നമുക്ക് ഇനി സെൽ കൾച്ചർ വർക്ക്സ് നടക്കണം, ആനിമലിൽ വർക്ക്സ് നടക്കണം, അങ്ങനെ കുറേ വർക്ക്സ് ഒക്കെ നടക്കണം. അപ്പം എൻ്റെ ഗവേഷണത്തിന്റെ 2ാം ഘട്ടമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സെൽ കൾച്ചർ വർക്കാണ്. എൻ്റെ ഗവേഷണത്തിന്റെ ഇത്രയും നാളത്തെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, പിയോണിഫ്ലോറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ ഗവേഷണം പൂർത്തിയായി കഴിയുമ്പോൾ അത് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ലുക്കയോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.